ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിൽ നിന്നൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us read the question. Mr. Sajo owns 3 houses. First one is let out at rupees 12,000 per month and the other 2 are self-occupied. The following details are available. Compute income from house property of Mr. Sajo for the year 2020-21. സാജോയ്ക്ക് 3 വീടുകളുണ്ട്. അതിൽ ആദ്യത്തത് ലെറ്റ് ഔട്ട് ആണ്, ആദ്യത്തത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതർ 2 ആർ സെൽഫ് ഒക്കുപ്പൈഡ്, ബാക്കി 2 സെൽഫ് ഒക്കുപ്പൈഡ് ആണ്. ബാക്കി ഡീറ്റെയിൽസും കൂടെ നോക്കാം. 3 ഹൗസിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, റിപ്പയർ, ഇൻഷുറൻസ്, ലാൻഡ് റവന്യൂ, ഗ്രൗണ്ട് റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്, ലോൺ ടേക്കൺ ഓൺ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോഴേ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നൊരു പ്രോബ്ലം വരുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ചാർട്ട് മനസ്സിലേക്ക് വരണം. എങ്ങനെയാണ് നമ്മളിത് പഠിച്ചത് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ എഴുതുക. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ആനുവൽ വാല്യൂ കിട്ടുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അതിൽ നിന്നും കുറയ്ക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണ്. മുനിസിപ്പൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഒന്ന്, ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണമെങ്കിൽ അത് പെയ്ഡ് ആയിരിക്കണം. ആദ്യത്തത് ഡ്യൂ ആണെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല, പെയ്ഡ് ആണെങ്കിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ഓണർ. ഓണർ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് ടെനൻ്റാണ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ GAVയിൽ നിന്നും ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂവിൽ നിന്നും കുറയ്ക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30%. കിട്ടിയിരിക്കുന്ന ആനുവൽ വാല്യൂവിൻ്റെ 30% കാൽക്കുലേറ്റ് ചെയ്യുക, അത് കുറയ്ക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ. ഹോം ലോൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുക. അപ്പോഴാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഈ ചാർട്ട് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ട് അങ്ങ് എഴുതണം കേട്ടോ. ക്വസ്റ്റ്യനകത്ത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത് അത് തെറ്റിക്കാതെ അതിനകത്ത് നോക്കി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എഴുതി വയ്ക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പം ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് ഹൗസ് ഈസ് ലെറ്റ് ഔട്ട്. ഒന്ന് എഴുതാം, ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഫസ്റ്റ് ഹൗസ് ഈസ് ലെറ്റ് ഔട്ട്. രണ്ടാമത്തെ ഡീറ്റെയിൽസ്, അതർ 2 ഹൗസസ് ആർ സെൽഫ് ഒക്കുപ്പൈഡ്. സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് എഴുതുക. അതെന്തിനാണ് എഴുതുന്നത്? സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് കാണുമ്പോഴേ മനസ്സിലേക്ക് എത്തണം. ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ഈസ് നിൽ. സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലാണ്. അങ്ങനെ എഴുതാൻ പറയുന്നത്, ഇത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷേ എങ്കിലും എക്സാമിൻ്റെ സമയത്ത് ടെൻഷനൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പോയി സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് വയ്ക്കും. അങ്ങനെ ഒരു തെറ്റ് വരുത്താതിരിക്കാനാണ് പറയുന്നത്. വർക്കിംഗ് നോട്ടിലേക്ക് തന്നെ എഴുതാം, ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ഈസ് നിൽ. അപ്പോൾ പിന്നെ അത് കണ്ടുപിടിക്കില്ല നിങ്ങൾ. ഇനി ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, കാരണം GAV കണ്ടുപിടിക്കാനായിട്ട് ഇത് നമുക്ക് ആവശ്യമാണ്. ഫെയർ റെൻ്റൽ വാല്യൂ 1,50,000, മുനിസിപ്പൽ വാല്യൂ 1,60,000. ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 10% എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഫിഗർ തന്നിട്ടില്ല, 10% എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ഏതിൻ്റെ 10% ആണ്. മുനിസിപ്പൽ വാല്യൂവിൻ്റെ 10% ആണ് മുനിസിപ്പൽ ടാക്സ്. സോ നമ്മൾ എന്ത് ചെയ്യുക, മുനിസിപ്പൽ വാല്യൂ 1,60,000 ആണ്, അതിൻ്റെ 10% കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾക്ക് 16,000 എന്ന് കിട്ടും. അതാണ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് റെൻറ്റ്, ദാറ്റ് ഈസ് 1,80,000. നെക്സ്റ്റ് ഡീറ്റെയിൽസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്. ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അത് 3 ഹൗസിൻ്റെ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി ആക്ച്വൽ റെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ ക്വസ്റ്റിനകത്ത്. ഫസ്റ്റ് വൺ ഈസ് ലെറ്റ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 12,000 പെർ മന്ത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ആനുവൽ റെൻ്റ് അല്ല തന്നിരിക്കുന്നത്, മാസ വാടകയാണ് തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ആലോചിക്കുക. മാസ വാടകയാണ് ക്വസ്റ്റിനകത്ത് തരുന്നതെങ്കിൽ നിങ്ങളത് ആനുവൽ റെൻ്റാക്കി കൺവെർട്ട് ചെയ്തിരിക്കണം.
ഇനി ക്വസ്റ്റ്യൻ അത് ഡയറക്റ്റായിട്ട് ആനുവൽ റെൻ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അത് ഡയറക്റ്റ്ലി അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് മന്ത്ലിയാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആനുവൽ റെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. സോ 12,000 ഇൻറ്റു 12 ദാറ്റ് ഈസ് 1,44,000. എഴുതാം ആക്ച്വൽ റെൻറ്റ് 1,44,000. പക്ഷേ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഇനിയും കുറച്ച് ഡീറ്റെയിൽസ് ഇല്ലേ? റിപ്പയർ, ഇൻഷുറൻസ്, ലാൻഡ് റവന്യൂ, ഗ്രൗണ്ട് റെൻറ്റ്, ഇതൊന്നും എടുക്കണ്ടേ? നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ, എത്ര ചാർട്ട് പഠിച്ചു വെച്ചാലും ഇതെല്ലാം നമുക്കറിയാമെങ്കിലും ക്വസ്റ്റ്യനകത്ത് കുറച്ചധികം ഡീറ്റെയിൽസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ആൻസറിലേക്ക് എഴുതി വയ്ക്കാൻ നമുക്കൊരു വല്ലാത്ത ആഗ്രഹമാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഈ റിപ്പയർ, ഇൻഷുറൻസ്, ലാൻഡ് റവന്യൂ, ഗ്രൗണ്ട് റെൻ്റ് ഒന്നും ഒരിടവും എടുക്കേണ്ട കാര്യമില്ല. കാരണം അത്തരം എക്സ്പെൻസുകൾക്കെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുന്നത്. അതുകൊണ്ട് ചാർട്ടിലുള്ള ഐറ്റംസ് മാത്രം മനസ്സിലേക്ക് വരിക. അതുകൊണ്ടാണ് ചാർട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആൻസറിൽ എടുക്കരുത്. ഇനി ചെയ്യാനുള്ളത് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് GAV ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫെയർ റെൻ്റൽ വാല്യൂ ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. രണ്ട് കാര്യങ്ങളും, രണ്ട് ഫിഗേഴ്സും നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കാം. FRV 1,50,000 ആണ്, മുനിസിപ്പൽ വാല്യൂ 1,60,000 ആണ്. ഏതാണ് കൂടുതൽ? 1,60,000 ആണ്. ഒന്നുകിൽ ഇറ്റാലിക്സിൽ എഴുതി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫിഗർ കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റെൻറ്റ് വിച്ച് എവർ ഈസ് ലോവർ. ഏതാണ് ചെറുത്? സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,80,000 ആണ്. അപ്പോൾ ലോവർ ഫിഗർ 1,60,000 ആണ്. അതും നമ്മൾക്ക് ഡബിൾ ലൈൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതുക. ഫിഗേഴ്സ് മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഫിഗർ ദാറ്റ് മീൻസ് 1,60,000 കമ്പയർ വിത്ത് ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ. ആക്ച്വൽ റെൻറ്റ് 1,44,000 ആണ്. ഏതാണ് കൂടുതൽ? 1,60,000 ആണ്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് 1,60,000. ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എളുപ്പത്തിൽ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ചാർട്ട് വരയ്ക്കുക. അതിന് മുകളിലേക്ക് നമ്മൾക്ക് ഹെഡിങ് എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദി പ്രീവിയസ് ഇയർ 2020-21. നിങ്ങൾ കോളം വരയ്ക്കുക, 2 എമൗണ്ട് കോളംസ് കൊടുക്കുക. ഓക്കെ, ഒരു ഇന്നർ കോളം, ഒരു ഔട്ടർ കോളം. ഇനി പർട്ടിക്കുലേഴ്സ് കോളത്തിലേക്ക് ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് ഇന്നർ കോളത്തിലേക്ക് എഴുതുക 1,60,000. നെക്സ്റ്റ് സ്റ്റെപ്പ് ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ക്വസ്റ്റ്യനകത്ത് ഓണറാണോ പേ ചെയ്തത്, ടെനൻ്റ് ആണോ പേ ചെയ്തത് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓണറാണ് പേ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അസ്യൂം ചെയ്യാം. അത് വേണമെങ്കിൽ വർക്കിംഗ് നോട്ടിലൊന്ന് എഴുതിയും വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾക്കത് കുറയ്ക്കാം. ഇനി ടെനൻ്റ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തരും അത് ടെനൻ്റ് ആണ് പേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് ഓണർ പേ ചെയ്തു എന്നങ്ങ് അസ്യൂം ചെയ്ത് അത് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറയ്ക്കുന്നു. കുറച്ചപ്പോൾ നമ്മൾക്ക് 1,44,000 എന്ന് കിട്ടുന്നു. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ദാറ്റ് ഫിഗർ ഈസ് ആനുവൽ വാല്യൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30%. 1,44,000-ൻ്റെ അതായത് ആനുവൽ വാല്യൂവിൻ്റെ 30% കണ്ടുപിടിക്കുക. 43,200 എന്ന് കിട്ടി. അത് ഇന്നർ കോളത്തിലേക്ക് എഴുതാം. നെക്സ്റ്റ് എന്താണ് കുറയ്ക്കാനുള്ളത്? നമ്മൾ പറഞ്ഞു വേറൊന്നുമില്ല, കുറയ്ക്കാനുള്ളത് ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോണാണ്. 40,000 ആണ്. 40,000 ഇന്നർ കോളത്തിലേക്ക് എഴുതാം. 43,200-ഉം 40,000-ഉം കൂടെ കൂട്ടുക, 83,200 എന്ന് കിട്ടി. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. എന്നിട്ട് 1,44,000-ൽ നിന്നും 83,200 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 60,800 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആൻസർ ചെയ്യുമ്പോൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. കാരണം പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ലെസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുമ്പോൾ നിങ്ങളതങ്ങ് കൂട്ടി വയ്ക്കും. അങ്ങനെ ചെയ്യരുത്. കുറയ്ക്കാനുള്ള ഫിഗർ കുറയ്ക്കുക തന്നെ വേണം. ഓക്കെ, ഒന്നുകിൽ ഒരു മൈനസ് സൈനോ അല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാകും അത് കുറയ്ക്കാനാണെന്ന്. അപ്പോൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി പ്രോബ്ലം തീർന്നോ? ഇല്ല, 2 സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിൻ്റെ കാര്യങ്ങളുണ്ട്, അതും കൂടെ ചെയ്യണം. വീണ്ടും ഹെഡിങ് എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21. 2 എമൗണ്ട് കോളംസ് പ്രൊവൈഡ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി 2-നും
ഹൗസ് പ്രോപ്പർട്ടി 3-നും. അതാണ് നമ്മൾ H2 H3 എന്ന കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വർക്കിംഗ് നോട്ടിലേക്ക് വേഗം നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കി എല്ലാം കൂടെ വീണ്ടും GAV കണ്ടുപിടിക്കാൻ വേണ്ടി പോവരുത്. സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലാണെന്ന് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എഴുതാം ആൻസറിലേക്ക് ആനുവൽ വാല്യൂ നിൽ. 2 എമൗണ്ട് കോളത്തിലും എഴുതാം നിൽ. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30%. കുറയ്ക്കാനായിട്ട് ഏതെങ്കിലും ഫിഗർ ഉണ്ടോ? ഇല്ല, ഓൾറെഡി നില്ലാണ് ആനുവൽ വാല്യൂ. അപ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇല്ല, നില്ലാണ്. 2 കോളത്തിലും എഴുതാം. ഇനി കുറയ്ക്കാനായിട്ട് ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. അതെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. 2 ഹൗസ് പ്രോപ്പർട്ടിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട് കുറയ്ക്കാൻ. അപ്പോൾ 2 ഹൗസ് പ്രോപ്പർട്ടിയുടെ കോളത്തിലേക്കും നമുക്ക് ഫിഗേഴ്സ് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 1,70,000 ആണ്. അത് കുറയ്ക്കാം. നിൽ ഫിഗറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ മൈനസ് ഫിഗറാണ് കിട്ടുന്നത്. മൈനസ് ഫിഗർ എന്ന് പറഞ്ഞാൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഹൗസ് പ്രോപ്പർട്ടി 2 ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് മൈനസ് 1,70,000. ഹൗസ് പ്രോപ്പർട്ടി 3ക്കും ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് മൈനസ് 20,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഓർക്കുക. സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഇല്ല. വീണ്ടും പറയുകയാണ്, ആ ചാർട്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ നില്ലാണ്, ഇത്തരം കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നന്നായി പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക, മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.